69ാമത് കേരളപ്പിറവി ദിനാഘോഷം വർണ്ണാഭമായി. നവംബർ 1 മലയാള ദിനമായും ആചരിച്ചു. ഭരണഭാഷാ വാരാഘോഷത്തിനും കേരളപ്പിറവി ദിനത്തിൽ തുടക്കമായി. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനവും കേരളപ്പിറവി ദിനത്തിൽ നടന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെട്ടതിൻ്റെ 69ാം വാർഷികാഘോഷമാണ് നടന്നത്. ഐക്യകേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും മാതൃക സൃഷ്ടിച്ച് മുന്നേറുന്ന കേരളത്തിൻ്റെ രൂപീകരണ ദിനം വർണ്ണാഭമായ പരിപാടികളോടെയാണ് നടന്നത്. രാജ്യത്ത് ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായി മാറിയ കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതും കേരളപ്പിറവി ദിനത്തിലാണ്. ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട സുപ്രധാന നേട്ടമാണ് അതിദരിദ്രരഹിത കേരള പ്രഖ്യാപനത്തിലൂടെ കേരളം നേടിയിരിക്കുന്നത്. കേരളപ്പിറവി ദിനമായ നവംബർ 1 മലയാള ഭാഷാ ദിനമായും ആചരിക്കുന്നു. ഭരണഭാഷാ വാരാഘോഷത്തിൻ്റെ തുടക്കവും കേരളപ്പിറവി ദിനത്തിലാണ്. മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളത്തിൽ ഭരണഭാഷയും മലയാളമാക്കണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഒരാഴ്ച ഭരണഭാഷാ വാരാഘോഷം നടത്താൻ തീരുമാനമെടുത്തിരുന്നത്. എല്ലാ വർഷവും നവംബർ 1 മുതൽ 7 വരെയാണ് ഭരണഭാഷാ വാരാഘോഷം നടക്കുന്നത്. മലയാള ദിനാഘോഷത്തിൻ്റെയും ഭരണഭാഷാ വാരാഘോഷത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നടന്നു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഭരണഭാഷ ജനങ്ങളുടെ ഭാഷയാകുമ്പോഴാണ് ഭരണം കൂടുതൽ ഫലവത്താകുന്നതെന്ന് കളക്ടർ പറഞ്ഞു. മലയാള സിനിമകളും മലയാളം പാട്ടുകളും തനിക്ക് ഇഷ്ടമാണ്. നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമകൾ രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുന്നതെന്നും ചേതൻ കുമാർ മീണ പറഞ്ഞു. എല്ലാ ഫുൾ ഡേ ഈ മലയാളം വരുന്നുണ്ട്. മലയാളം മൂവി ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റേറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ദെൻ ഇന്നലെ നമ്മുടെ ഈ ഇൻഫോർമേഷൻ ഓഫീസർ പറയുന്നത്, സർ നിങ്ങൾ ഫസ്റ്റ് ഈ സോങ് ഏത് ലിസൺ ചെയ്തായിരുന്നു? സോ ഞാൻ ഫസ്റ്റ് സോങ് ഈ കാക്കെ കാക്കെ കൂടുവിട് അതായിരുന്നു. നമ്മുടെ ഒരു ടീച്ചറായിരുന്നു നമ്മുടെ ഈ അതിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സോ അദ്ദേഹം ഫസ്റ്റ് ഒരു സോങ് ഈ പറയണ്ടായിരുന്നു, കാക്കെ കാക്കെ കൂടുവിട്. സോ നമുക്ക് ചിന്തിച്ചത് ഭയങ്കര ഒരു സീരിയസ് സോങ് ആണ്. ബിക്കോസ് ഇനീഷ്യലി അതിൻ്റെ താല്പര്യം എന്താണ് മനസ്സിലായില്ല. ദെൻ നമുക്ക് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്തു. ദെൻ നമുക്ക് മനസ്സിലായത് ഈ കുട്ടികളുടെ സോങ് ആണ്. സോ ഞാനിപ്പോൾ ബേസിക്കലി ആ സമയം കുട്ടികൾ പോലെ ആയിരുന്നു മലയാളം മനസ്സിലാക്കാൻ. വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എസ് ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ബിനു ജോൺ ഭരണഭാഷാ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. എഴുത്തുകാരനും മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ അധ്യാപകനുമായ പ്രൊഫസർ അഞ്ജു നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വി മാത്യു, വിവര പൊതുസമ്പർക്ക വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ ഇ ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു. മലയാള ദിനത്തോടനുബന്ധിച്ച് കോട്ടയം മിനി സിവിൽ സ്റ്റേഷനിൽ എഴുത്തിൻ്റെ കോട്ടയം പെരുമ എന്ന പേരിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ജില്ലയിൽ നിന്നുള്ള 50ഓളം എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ഇടം പിടിച്ചത്. അരുന്ധതി റോയ് ഉൾപ്പെടെ വിവിധ തലമുറകളിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങളുമായി വിവിധ പബ്ലിക്കേഷൻ സ്ഥാപനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. RDO ജിനു പുന്നൂസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം തഹസീൽദാർ SN അനിൽകുമാർ, ജില്ലാ സ്റ്റേഷനറി ഓഫീസർ R ഉണ്ണികൃഷ്ണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജസ്റ്റിൻ ജോസഫ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ വി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.